കേട്ടു പോകുമ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. സോറി, ഞാൻ പറഞ്ഞ വാക്ക് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പക്ഷെ നമുക്ക് എന്താ ഇത് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം തന്നെ എടുത്ത് സ്വയം വെല്ലുവിളിക്കുക, ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് അദ്ദേഹം തന്നെ സ്വയം മറുപടി പറയുക, എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പറയുമ്പോഴേക്കും ഒന്നൊന്നും മാറി മറ്റൊന്നിലേക്ക് പോവുക, വീണ്ടും പറയുന്നത് എന്തൊക്കെയോ. അദ്ദേഹത്തിന് മനുഷ്യൻ ഒരു മാന്യത പാലിക്കണ്ടേ? മനുഷ്യൻ ഒരു ബേസിക് ഒരുപാട് അദബുകൾ മനുഷ്യന് പാലിക്കാനുണ്ട്. അത്ര അദബുകൾ പാലിച്ചുകൊണ്ട് ഒരു മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ പറയുക. ചോദ്യം ചോദിക്കാതെ ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് ഇവിടെ തീരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സുന്നിസവുമായും സിദ്ദീഖ് ഇബ്രാഹിം അവരൊക്കെ പറഞ്ഞു, അവരൊക്കെ ആയിട്ട് ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഇതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും വന്നിട്ട് പറയുന്നതും മറുപടി പറയുന്നതും എല്ലാം അദ്ദേഹം സ്വയം തന്നെ തീരുമാനിച്ചുകൊണ്ട് ചെയ്യാണ്. അത് വേറെന്തോ ഉദ്ദേശത്തോടു കൂടി എന്തോ കള്ള ക്ലിപ്പ് ഉണ്ടാക്കാനോ മറ്റോ ആയിരിക്കണം. അതിന്റെ കൂട്ടാളികളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു അതിന്റെയൊക്കെ. അപ്പൊ ആ ഷഹാദത്ത് സൂറിന്റെ വലിയ ആളുകൾ കൂടിയാണ് അവരൊക്കെ. ഷഹാദത്ത് സൂർ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരൊക്കെ ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പൊ ആ തലതൊട്ടപ്പന്മാരൊക്കെ ചേർന്നുകൊണ്ട് നല്ല കളികളും നടത്തുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ഏതായാലും അതിനൊന്നും നമ്മള് അകപ്പെട്ടു പോകണ്ട. എല്ലാവരും ക്യൂ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ആ ഷഹാദത്ത് സൂറിന് ഹാജരാകുന്ന ആളുകൾ നമ്മൾ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അസ്സലാമു ഇപ്പോ ARCKP വെച്ച് തുല്യ സമയം വെച്ചിട്ട് പിന്നെ ആരാ നടത്തും? തുല്യ സമയം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് SGVയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ARCKP അടക്കം റഷീദ് കല്ലേരിക്ക് ചോദ്യം ചോദിക്കാനുണ്ടോ? ബൗൺസിലെ ഏതായാലും അടുത്തത് അബു ഹംദ 756 മൈക്കിലേക്ക് വന്നോളൂ. അബു ഹംദ അവിടെ ഉണ്ടോ? നിങ്ങൾ എസ് അടിച്ചിട്ടുണ്ട്. ഈ വരുന്ന മൈക്കിൽ വരുന്നവരൊക്കെ ഇനി ഞങ്ങളോട് അതിന് ചോദ്യം ചെയ്താലോ? നിങ്ങൾ എന്തായാലും അവരെ പേടിച്ചിട്ട് നമ്മൾ അവർക്ക് മൈക്ക് കൊടുത്തിട്ടില്ല, അവരുടെ ചോദ്യം ചോദിക്കാൻ വിട്ടിട്ടില്ല എന്ന് പറയണ്ട എന്ന് കരുതിയിട്ട് വളരെ മാന്യമായിട്ട് എത്ര പ്രാവശ്യം മൈക്ക് കൊടുത്തു, ചോദ്യം ചോദിക്കാൻ എത്ര സമയം വേണോ? ഏതായാലും ഇൻഷാ അല്ലാഹ് അബു ഹംദ മൈക്കിലേക്ക് വന്നോളൂ. മറ്റാരും മൈക്കിലേക്ക് ചാടരുത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഹലോ. ഓക്കെ. എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക് സനദുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇമാമോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ പറഞ്ഞതായ ഒരു ഏതെങ്കിലും കിതാബിന്റെ ഉദ്ധരണി ഒന്ന് പറയാമോ? ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇനിയിപ്പോ രണ്ടാമത് കൈപൊത്തി വരണ്ടല്ലോ. ഒരു ചോദ്യം കൂടി. ഇല്ല, 1 by 1 ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇൻഷാ അല്ലാഹ് മൈക്ക് തരും. നിങ്ങൾക്ക് തന്നെ മൈക്ക് തരും, പേടിക്കണ്ട. നിങ്ങൾക്ക് തന്നെയാണ് ഉപചോദ്യത്തിന് മൈക്ക്. ഒരു ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയിട്ടല്ലേ അടുത്ത ചോദ്യം പറയാൻ പറ്റൂ. നിങ്ങളുടെ നേതാവ് തന്നെയാണ് പറഞ്ഞത് ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ സനത് വേണം എന്ന്. നിങ്ങളുടെ നേതാവ്. ഇനി അതല്ല, ഇനി അങ്ങനെ എല്ലാം തന്നെ വെച്ചോളൂ. ഇനി നിങ്ങളുടെ നേതാവിന് തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കോ? അദ്ദേഹത്തിന് അങ്ങനെ പലതും തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി തെറ്റിപ്പോയതാണെന്ന് വിചാരിച്ചോ? എന്റെ നാട്ടുകാർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ നാളെ ഒരു മുടിയും കൊണ്ടുപോയിട്ട് അവിടെ ഒരു വലിയ ബിൽഡിംഗ് കൊടുത്ത് കച്ചവടം ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ നിങ്ങൾ എന്നെ നേരിടും? സന്തോഷ് മാധവന്മാരുടെ നാടല്ല നമ്മുടെ നാട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ എങ്ങനെ നേരിടും? അതാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാർ ആരെങ്കിലും പറയും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. മൈക്കിൾ മറ്റാരും മൈക്ക് ചാടരുത്, ദയവ് ചെയ്ത് മറ്റാരും മൈക്ക് ചാടരുത്. അദ്ദേഹത്തിന് ഇനി ഉപചോദ്യം ഉണ്ടോ? നിയാസ് ഉദവി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ? നിയാസ് ഉദവി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടോ? മാഷാ അല്ലാഹ്. നിയാസ് ഉദവി ഉസ്താദ് മൈക്ക് എടുത്തിട്ട് മറ്റാളുകൾ മൈക്ക് എടുക്കുക. മൈക്ക് റിലീസ് ചെയ്യുന്നു. അബു ഹംദ നിങ്ങൾ ഉപചോദ്യം ചോദിക്കാം. നിയാസ് ഉദവി ഉസ്താദ് മൈക്ക് വേണ്ടേ? ഉസ്താദിന് മൈക്ക് വേണ്ടേ? ഉസ്താദ് നിയാസ് ഉദവി എന്നുള്ള ഐഡിയുള്ള ഉസ്താദിന് മൈക്ക് വേണ്ടേ? വേണം. ഓക്കെ, മറ്റാരും മൈക്ക് ചാടരുത്. ഇനി ബൗൺസും, കാരണം നമ്മളെ സമയം തീരാനായി. അതുകൊണ്ട് തന്നെ മറ്റു ചോദ്യകർത്താക്കൾക്ക് അവസരം കൊടുക്കണം. അതുകൊണ്ടാണ് മറ്റാരും മൈക്കിലേക്ക് ചാടിയാൽ ബൗൺസ് ചെയ്തു. അഗ്നിമാർ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളോട് കവലപ്രസംഗം നടത്താൻ പറഞ്ഞിട്ടില്ല. ഞാൻ കിതാബിന്റെ മഹാന്മാര് ഏതെങ്കിലും സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഇമാമിങ്ങളെ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും. ഉസ്താദ് നിയാസുദവി ഒന്ന് മൈക്കിൽ വരാം. നിയാസുദവി എവിടെ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മൈക്ക് ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. കുറെ നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എടുക്കുമ്പോഴേക്കും വേറെ ആരൊക്കെയോ എടുക്കുന്നു. കുറെ നേരമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാ. അപ്പോ ഇവിടെ സുഹൃത്ത് ചോദിച്ചത് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സനദ് നിർബന്ധമാണെന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും എല്ലാവരും തൃക്കാലത്ത് എല്ലാവരും
വളരെ ശക്തമായി എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്നുള്ള ആ റിവായത്ത്. അതുപോലെ തന്നെ ഇബ്നു സീരീൻ സമൂഹത്തിൽ സനദുകൾ ആവശ്യമായി വരികയും മുമ്പ് സഹാബത്തിന്റെ ആദ്യകാലത്ത് സനദുകൾ സൂക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ അത്ര കാര്യമായി എല്ലാവരും അങ്ങോട്ടും ചോദിക്കാറുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും വിശ്വസ്തരായിരുന്നു കൊണ്ട്. പക്ഷെ ആ കാലത്ത് തന്നെ കള്ളനാണയങ്ങളും വ്യാജനാണയങ്ങളും വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പിന്നെ ആരിൽ നിന്നാണ് കിട്ടിയത് എന്ന് ഞങ്ങൾ പരസ്പരം ചോദിക്കുകയും ആ ആളുടെ വ്യക്തി അനുസരിച്ചാണ് സ്വീകരിക്കുകയും ചെയ്തത് എന്ന് പറയുന്നു. അപ്പോ ആ ദീനിന്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ ദീനിന്റെ ഭാഗമല്ല. ആരാങ്ങൾ പഠിപ്പിച്ചത്? ദീനിന്റെ ഭാഗമല്ലേ അത്? ദീനിന്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ തബറുക്ക് എടുക്കുക എന്നുള്ള ദീനിന്റെ ഹുക്കുമാണ്. അത് സുന്നത്താണ്. അത് പ്രതിഫലാർഹമായ കാര്യമാണ്. അതുകൊണ്ട് തബറുക്ക് എടുക്കണമെങ്കിൽ അത് സ്ഥിരപ്പെടണമെങ്കിൽ സ്ഥിരപ്പെടാനുള്ള ദീനിന്റെ മാർഗമാണ് സനദ് എന്നുള്ളത്. അത് എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. ദീനിന്റെ എല്ലാ തെളിവുകളിലും ഖുർആൻ ആവശ്യമാണ്, ഹദീസിന് ആവശ്യമാണ്, പ്രവാചകന്റെ തിരുശേഷിപ്പുകൾക്ക് ആവശ്യമാണ്. പക്ഷെ അത് തവാത്തുർ കൊണ്ടാകാം, അതല്ലെങ്കിൽ പിന്നെ ഓരോ വ്യക്തികളിൽ നിന്നുള്ള സനദുകൾ കൊണ്ടാകാം. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. സനദുകളുടെ തിരുശേഷിപ്പുകളുടെ കുറിച്ചുള്ള ചരിത്രങ്ങളിൽ ഇത്തരം സനദുകളെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയാം. ഇമാം ദഹബി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ പിന്നെ വാക്കുകളിലൊക്കെയും ഈ സനദുകളെ കുറിച്ച് എല്ലാവരും പറഞ്ഞതായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദീനിന്റെ അടിസ്ഥാനമായ ഈ സനദ് വേണ്ട എന്ന്, ദീനിന്റെ അടിസ്ഥാനമാണ് സനദ്, ആ സനദ് വേണ്ട, ആ സനദ് ആവശ്യമേ ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത്. അല്ലാതെ സനദ് വേണം, കാരണം സനദ് വേണം എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണ്. അത് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ചതാണ്. അതിൽ ഓരോന്നിനെയും ഇന്ന ഹദീസിന് സനദ് വേണോ, ഇന്ന വാക്കിന് സനദ് വേണോ എന്ന് പറയണ്ടല്ലോ. ഹദീസിന്റെയും വിശദാശ്രമങ്ങളുടെ ആധാറിന്റെയും എല്ലാം ഒന്നിൽപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സനദ് വേണമെന്ന കാര്യത്തിൽ അത് വിശ്വസിക്കണമെങ്കിൽ, തെളിയിക്കപ്പെടണമെങ്കിൽ ആ സനദ് വേണം, തെളിവ് വേണം. ആ തെളിവ് അത് ആ സനദിന്റെയും തെളിവിന്റെയും രീതി പലതുണ്ടാകാം. ഒന്ന് സമൂഹത്തിന് ഖുർആൻ കൈമാറുന്നത് പോലെ, അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ കൈമാറുന്നത് പോലെ സമൂഹങ്ങൾ കൈമാറി ആർക്കും സംശയമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തവാത്തുർ കൊണ്ട് ശുഹ്റത്ത് കൊണ്ട് അറിയപ്പെട്ട രീതിയിൽ വന്നതുണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വ്യക്തമായ സനദുകളിനോട് ആഹാദായിട്ട് അല്ലാതെ മൊത്തം എല്ലാവരും സമൂഹങ്ങളായിട്ട് വന്നതല്ല, വ്യക്തികളിലൂടെ കടന്നു വന്നതാണെങ്കിൽ ആ വ്യക്തികൾക്ക് വ്യക്തമായ സനദ് ഉണ്ടാകണം. ഈ രണ്ട് രൂപത്തിലുള്ള സനദുകൾ ഇല്ലാതെ ഒരു സംശയകരമായ ഒന്നും വിശ്വസിക്കാൻ പാടില്ല, കഴിയില്ല. കാരണം സംശയം ഉണ്ടാകുമ്പോഴാണ് തെളിവ് ചോദിക്കുമ്പോഴാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ തെളിവ് ആവശ്യമായി വരുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ചോദിച്ചതിന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ദീനിൽ ഒരു ഹുക്മ് സ്ഥിരപ്പെടാൻ സനദ് വേണം എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. അത് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക് സനദ് ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പാടൂ എന്ന് ഏത് കിതാബാണ്? ഉദ്ധരണി ഇങ്ങോട്ട് പറയണം. നിങ്ങൾ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കിതാബിൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുറെ ഉസ്താദുമാരിക്കുണ്ടല്ലോ, നിങ്ങൾ കിതാബിന്റെ ഉദ്ധരണി പറയും. ചോദ്യം ചോദിച്ചാൽ മതി. ഇവിടെ ആര് എന്തിനിരിക്കുന്നു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞുതരും. നിങ്ങളുടെ ചോദ്യം എന്താണ്? സനദ് വേണം എന്ന് ആരാ പറഞ്ഞെന്ന്? സനദ് വേണ്ട എന്ന് ആരാ പറഞ്ഞ സുഹൃത്തെ? സനദ് വേണ്ട, ആസാറുകളെ ബഹുമാനിക്കാൻ സനദ് വേണ്ട എന്ന് ആരാ പറഞ്ഞത്? ഒന്ന് മൈക്കിലേക്ക് ഒന്ന് അത് പറഞ്ഞേ. എന്തേ മൈക്കിലേക്ക് വരാത്തത്? നിങ്ങൾ വലിയ ആന പോലുള്ള ചോദ്യമായിട്ടുള്ള ചോദിച്ചത്. അതിന് ഉത്തരം പറയൂ സുഹൃത്തെ. നൂർ ഫൈസി ഉസ്താദിന് മൈക്ക് വേണമെന്ന് പറഞ്ഞു. ഉസ്താദ് മൈക്ക് എടുക്കട്ടെ. മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സംസാരിക്കണതിന്റെ ഇടയിൽ ഡി സി ഉണ്ടെന്ന് നോക്കണം. ഞാൻ മൈക്ക് എടുത്ത ഉടൻ തന്നെ ഡി സി അപ്പൊ വരണം ആവശ്യപ്പെടുകയാണ്. ഇന്നമൽ ഇസ്നാദു ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ് എന്നൊക്കെ കാന്തപുരം ആ ഇതിൽ പറഞ്ഞല്ലോ. അത് മുപര അഭിപ്രായം പറഞ്ഞല്ല, അത് ബഹുമാനപ്പെട്ട ഇസ്തിലാഹിന്റെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇമാമിയുടെ വാക്ക് പറഞ്ഞാണത്. അബ്ദുല്ലാഹിബ്നു മുബാറക് പറഞ്ഞാണത്. അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ വാക്കാണത്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. ദീനിന്റെ ഏതൊരു കാര്യം സ്ഥിരപ്പെടണമെങ്കിലും അതിന് ഇസ്നാദ് വേണം. അതല്ലെങ്കിലോ ഇല്ല. ഇനി ഇസ്നാദ് ഇല്ലാത്തതിനെ എല്ലാം സ്വീകരിക്കണം എന്ന് വരികയാണെങ്കിൽ ഉദ്ധാർക്കാർ പറയാൻ തുടങ്ങും. അതാണ് ഉണ്ടാകുക. അത് ഉദ്ദേശിച്ച ആളുകളൊക്കെ തുടങ്ങും എന്ന് ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ വാക്ക് മഷ്ഹൂർ വിഷയം, ഹദീസ് ഇസ്ലാമിക കിതാബ് അത് വിഷയമാണ്. പിന്നെ ആളുകൾ വെക്കുമ്പോൾ
പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആസാറുകളിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഒരു പുരുഷന് അത്ര നീട്ടി മുടി വളർത്താം എന്നൊരു ഹുക്കുമയിലുണ്ട്. അപ്പൊ അതിന് സനത് വേണ്ടേ? അപ്പൊ ആസാറുകളിൽ വർക്കറിനയിലും ഇത് വേണം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് സ്ഥിരപ്പെടണല്ലോ. പിന്നെ മറ്റൊരു വിഷയം, ഓക്കെ, ആ മുടി അത്രയും നീളരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഹുക്കുമുണ്ട്. എന്താണ്? ഒരു പുരുഷൻ അത്രത്തിൽ മർത്താം എന്നൊരു ഹുക്കുമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് പറഞ്ഞത് പിന്നെ കിതാബിലുള്ള വിഷയം മാത്രമല്ല, അത് പറഞ്ഞത് ഔലിയാക്കളുടെ മുഷാവറയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ ഔലിയാക്കളുടെ കൂടി മുഷാവറയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പൊ ആ സാധനം മനസ്സിലാക്കും. ഉസ്താദിന്റെ മൈക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ട്. ഉസ്താദ് DC ആയെന്ന് തോന്നുന്നു. ഉസ്താദിന്റെ മൈക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചിലർ എന്റെ പേരില് ചിലർ ഫസാദുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിനീതത്തിന്റെ ഭാഷയിൽ പറയുന്നു, നിങ്ങൾ തീപ്പെട്ടി കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണ്. നിങ്ങളുടെ കബറ് നിങ്ങൾ തന്നെ മാന്തുകയാണ് ചെയ്യുന്നത് എന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സൂചന തരുന്നു. ഇൻഷാ അല്ലാഹ് നിയാസുദ്ദീൻ ഉസ്താദ് മൈക്കിലേക്ക് വരട്ടെ. ഉസ്താദ് മൈക്കിലേക്ക് വന്നു. നിയാസുദ്ദീൻ ഉസ്താദ് മൈക്കിലേക്ക് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സനദ് വേണം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രത്യേക എക്സെപ്ഷൻ വേണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ ആ ദീനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, ഒരാൾ പറയാണ് നബി തങ്ങളുടെ മുഖം വട്ടമുഖമായിരുന്നു, ല്ല അതുകൊണ്ട് സ്വീകരിക്കാം, അതിന് യാതൊരു സനദും വേണ്ട. നബിയുടെ മുഖം അയാൾ അങ്ങനെ ആണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാം എന്നാണോ ആ വ്യക്തി പറയുന്നത് എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അയാൾ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. അങ്ങനെ സ്വീകരിക്കുമോ? നബിയുടെ ശരീരത്തിന്റെ രൂപഭാവങ്ങളെ കുറിച്ച്, നബിയുടെ നടത്തം ഇങ്ങനെയായിരുന്നു, നബിയുടെ കാൽ അങ്ങനെയായിരുന്നു, നബിയുടെ കൈ ഇങ്ങനെയായിരുന്നു, നബിയുടെ മുഖം ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. നബിയുടെ മുഖം അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ആ നേരിട്ടത് ഹുക്കുമല്ല എന്നതുകൊണ്ട് അതിന് സനദ് വേണ്ട, ആര് പറഞ്ഞാലും അങ്ങ് സ്വീകരിക്കും എന്നതാണോ താങ്കൾ പറയുന്നത്? കാരണം നബിയെ കണ്ട ഒരാള് അദ്ദേഹം പറയുകയും ആ പറഞ്ഞ ആ വ്യക്തി അടുത്ത വ്യക്തിയോട്, അടുത്ത ആളോട് പറയുകയും അയാൾ അടുത്ത ആളോട് പറയുക, അങ്ങനെ വ്യക്തമായ രേഖകളോട് വന്നാൽ മാത്രമേ നബിയുടെ ആ വസ്തു നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ നബിയുടെ ഷെയർ ഏതെങ്കിലും ഒരാൾ തന്നാൻ പറ്റുമോ? നബിയോട് കൂടെ ജീവിച്ചിരുന്ന ഒരു സഹാബി, ആ കാലത്ത് കൊടുത്ത സഹാബി കൊടുത്ത ആ മുടിയായിരിക്കണ്ടേ പിന്നെ കിട്ടേണ്ടത്? അപ്പൊ ആ കിട്ടുന്ന മുടി അങ്ങോട്ട് എത്രമെങ്കിലും തെളിവ് വേണ്ടേ? അപ്പൊ ആ ഏതെങ്കിലും ഒരാൾ കൊടുത്ത മുടിയാവില്ല. മുടിയായില്ലെങ്കിൽ അതിനുള്ള പിന്നെ മതത്തില് ആ മുടി അതാവണം എന്നുണ്ടെങ്കിൽ മതത്തിലുള്ള തെളിവെന്താ? തെളിവ് സനദാണ്, ഇസ്നാദാണ്. ആ ഇസ്നാദ് അതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞ ഇന്നമദ്ദീനുൽ ഇസ്നാദ് ഇസ്നാദ് പറഞ്ഞത്. ആ ഇസ്നാദ് അത് ദീനിന്റെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. ദീനെന്ന് പറഞ്ഞതിൽ അതെല്ലാം പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ട് തബറുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദീനിന്റെ ഭാഗമാണ്. ദീനിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആ ദീനിന്റെ ഭാഗമൊന്നുമല്ല വേറൊന്നിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു തരാം. ദീനിന്റെ ഭാഗം അല്ല എന്ന് പറയുകയാണെങ്കിൽ, അത് ദീനിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് സനദ് വേണം. ഞാൻ സനദ് വേണ്ട എന്നുള്ളതിന് നിങ്ങൾ കാരണം തെളിവ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു പറഞ്ഞ എല്ലാ മുഹദ്ദിസീങ്ങളും അംഗീകരിച്ച, അതിനുശേഷമുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ ഈ വിഷയമാണ് തെളിവ്. അതിന്റെ അപ്പുറം തെളിവില്ല എന്ന്, അതിന് തെളിവ് വേണ്ട, സനദ് വേണ്ട, അത് ആര് പറഞ്ഞാലും സ്വീകരിക്കാം എന്നതാണ് ഒരു മുടിയെ സംബന്ധിച്ചോളം പറയാനുള്ളത് എങ്കിൽ നിങ്ങൾ അതിന് പ്രത്യേകം തെളിവ് കൊണ്ടുവരിക. അങ്ങനെ ആരൊരു മുടി കൊണ്ടുവന്നാലും ചെയ്യാൻ പറ്റുന്നുള്ളത്. അല്ലാതെ പിന്നെ ഈ മുടി ഓരോ വിഷയത്തെ കുറിച്ച് പറയുന്നല്ല. നബിയുടെ വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ചോദിക്കുന്ന സുഹൃത്തിനോട്,